ഓക്കെ. ഫോർമുല 1 സീസണ് 2025 സീസൺ ഒരു അവസാനത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് ലീഡ് ചെയ്യുന്നത് ലാൻഡോ നോറിസ് ആണ്. അപ്പോൾ ലാൻഡോ നോറിസിന്റെ ഈ വർഷത്തെ പെർഫോമൻസ് ഒന്ന് അനലൈസ് ചെയ്തത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മെക്ലാറിന്റെ കുറേ പപ്പായ റൂൾസ് വെച്ചിട്ട് ലാൻഡോ അത്ര ഫോമിലായിരുന്നെങ്കിലും ടീമിന്റെ കുറച്ച് പരിപാടികൾ കൊണ്ട് പുള്ളിക്ക് ടൈറ്റിൽ കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷേ ഈ സീസൺ ലാൻഡോയ്ക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സീസണാണ്. വളരെ എക്സെപ്ഷൻ ആയിട്ട് നല്ല പെർഫോമൻസ് ഉള്ള ഒരു സീസണായിരുന്നു 2025. ഇവരുടെ പെർഫോമൻസ് വെച്ച് പറയുവാണെങ്കിൽ ഇപ്പം നിലവിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും ടോപ്പാണ്. 390 പോയിന്റ്സ് ഉണ്ട് ലാൻഡോയ്ക്ക്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് പ്രീ വിൻ ഉള്ളത് ലാൻഡോയ്ക്കാണ്, 7 എണ്ണം. ഈ വർഷം ഏറ്റവും കൂടുതൽ പോഡിയം ഫിനിഷ് ഉള്ളത് ലാൻഡോയ്ക്കാണ്, 17 പോഡിയം ഫിനിഷസ്. 6 തവണ പോൾ പൊസിഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ലാൻഡോ നോറിസിന്റെ ഈ ഒരു സീസണിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ടീംമേറ്റ് ഓസ്കാറും ഫോമിലായിരുന്നു. എന്ന് പറഞ്ഞാൽ സീസണിന്റെ തുടക്കത്തിൽ ഓസ്കാർ നല്ല ഫോമിലായിരുന്നു. ഇപ്പോൾ കുറച്ച് GPs ആയിട്ട് പുള്ളി ഇച്ചിരി ഔട്ട് ഓഫ് ഫോമിലാണ്, കുറെ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓസ്കാർ ഫോമിലായിരുന്നപ്പോഴും ലാൻഡോയും പുള്ളിയുടെ ഒപ്പം പിടിച്ചിരുന്നു. അതോടൊപ്പം മാക്സ് വെർസ്റ്റാപ്പിനൊപ്പം നല്ലതായിട്ട് ഡോമിനേറ്റ് ചെയ്തു. രണ്ടുപേരെയും ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ലാൻഡോ. കഴിഞ്ഞ ആഴ്ച നടന്ന ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിയിൽ ബോത്ത് സ്പ്രിന്റ് റേസും അതേപോലെ ഗ്രാൻഡ് പ്രിയും ലാൻഡോ ഫസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തു. സീസണിലുടനീളം വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ലാൻഡോയുടെ. എന്നാലും മിഡ് സീസണിൽ വന്നപ്പോഴത്തേന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ഫോം കിട്ടാതെ പോയിട്ടുണ്ട്. DTP DNF വന്നുകൊണ്ട് പിയാസ്ട്രിയോട് 34 പോയിന്റ് പുറകിലായി പോയിരുന്നു. നിലവിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ലാൻഡോ നോറിസിന്റെ പെർഫോമൻസ്. പക്ഷെ മാക്സ് വെർസ്റ്റാപ്പിനെ നമ്മളൊന്ന് ലാൻഡോ ഒന്ന് കരുതണം. കാരണം കഴിഞ്ഞ ബ്രസീലിയൻ GPയിൽ ലാൻഡോയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് ഈ ലാൻഡോ ഈ ഒരു ഫോം തന്നെ അടുത്ത 3 GPസിലും കൂടെ തുടരുവാണെങ്കിൽ ലാൻഡോ തന്നെ വേൾഡ് ചാമ്പ്യൻ ആവും. ആവണമെന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. കഴിഞ്ഞ സീസൺസിലൊക്കെ മെഴ്സിഡസിന്റെയും റെഡ് ബുള്ളിന്റെയും കാർസാണ് ഗ്രിഡിൽ ഡൊമിനേറ്റ് ചെയ്തതെങ്കിൽ ഈ വട്ടം മെക്ലാറിന്റെ MCL 39 ആണ് ഗ്രിഡിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള കാർ. അതിനെ ലാൻഡോ ആ ഒരു കാറുമായിട്ട് നല്ലോണം കോപ്പപ്പ് ചെയ്തെന്ന് പറയാം. സോ എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്? അതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ കൂടുതൽ F1 റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു.